പലതവണ അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും സർക്കാർ അവഗണിക്കുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലൊക്കെ ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ചാൽ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ? അല്ലാതെ പുറമേനി നടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ആയിഷത്തുൽ ഷംനയുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നലെ തന്നെ ഈ അപകടം 5 മണിയോട് കൂടിയാണ് അപകടം ഉണ്ടാകുന്നത്. 2 പിഞ്ചു ജീവൻ, 4ഉം 7ഉം വയസ്സുള്ള 2 കുരുന്നുകൾ ജീവൻ നഷ്ടമാകുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തിന് വാഹനം ലഭ്യമായില്ല. തുടർന്ന് സമീപത്തുള്ള ഇരുചക്ര വാഹനത്തിലാണ് കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും പക്ഷേ സമയം ഒരുപാട് വൈകിയിരുന്നു. കുട്ടികളെ പുറത്തെടുക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടത്തിലൊക്കെ കുട്ടികൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഒപ്പം തന്നെ ആ സമയത്ത് ഈ മെമ്പർമാരെ ഉൾപ്പെടെ, അവിടെയുള്ള പൊതുപ്രവർത്തകരെ ഉൾപ്പെടെ വിളിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും കിട്ടിയില്ല എന്ന് കൂടി അമ്മ പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായി ആരെങ്കിലും ഇടപെടുകയോ ഒപ്പം ആംബുലൻസ് അടക്കം നേരത്തെ തന്നെ ഉറപ്പാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കുട്ടികളുടെ ജീവൻ, ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് അമ്മ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ആരോപണമുള്ളത് ഈ ITDP പദ്ധതി പ്രകാരം നിരവധി വീടുകളാണ് ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ നിർമ്മിക്കുന്നത്. പക്ഷേ ഈ എല്ലാ വീടുകളും ഇത്തരത്തിൽ പാതി പണി കഴിഞ്ഞ് നിലച്ചിട്ട് കാലങ്ങളായി, വർഷങ്ങളായി ഇതേപോലെ പകുതി പണി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഈ പദ്ധതി എവിടെ വരെയായി, ഇവർക്ക് ഫണ്ട് കൃത്യമായി കിട്ടുന്നുണ്ട്, ഈ ആദിവാസി ജനങ്ങൾക്ക് ഫണ്ട് കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കുന്നില്ല. അതിൽ അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല. ഈ ആദിവാസികളല്ലാത്ത ജനങ്ങൾ ഇത്തരത്തിലുള്ള ആദിവാസികളെ സ്വാധീനിച്ച് ഈ പണം തട്ടിയെടുക്കുകയും ഇതിന്റെ വലിയ കോൺട്രാക്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇവർ ആ പണവുമായി, ആ പണത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി കാണിക്കുന്നുണ്ട് എന്ന് കൂടി ആ ഊരുകാര് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെയാണ് ഈ നാടിനെ നടുക്കിയ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. 5 മണിയോട് കൂടി തന്നെ ഉന്നതിക്ക് അടുത്തുള്ള പൊതു ശ്മശാനത്തിലായിരിക്കും സംസ്കാരം നടക്കുക. ഉന്മേഷ്. ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.